എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പായ വറുത്തരച്ച കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതായത് ചെറുതായിട്ട് ചെനച്ച് വരുന്ന ആ രീതിക്കുള്ളതാണ്. അതിലെ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇതേ വലിപ്പത്തിൽ കഷ്ണമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കുക. ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6-7 ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ്, ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് ആ നേരത്തെ ഉള്ള കഷ്ണം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം, പപ്പായയുടെ. അപ്പോൾ ഇതുപോലെ ചെനച്ച പപ്പായ വറുത്തരച്ച് വെച്ച് നോക്കണേ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് നികരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ആ കഷ്ണത്തിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഈ കറി ഒന്ന് 6-7 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് അതിനൊരു വറവുണ്ടാക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലിയാണ്. തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു 5 കാശ്മീരി മുളകാണ്, അതായത് പിരിയൻ മുളകെന്ന് പറയും. നല്ല എരിവുണ്ടാവുന്നതിന് മുളക് പൊടിക്കായിരിക്കും എരിവ് കുറവ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരവിയത് മാത്രം ചേർത്ത് കൊടുക്കുക. അധികം തേങ്ങയൊന്നും വേണ്ട. വറുത്തരച്ച കറിക്ക് തേങ്ങ ഒരുപാട് അങ്ങോട്ട് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 5-6 വെള്ളുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ബ്രൗൺ നിറമാവോളം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ വറവൊക്കെ ഇവിടെ നല്ലപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളെ അരവ് ഇവിടെ കറക്റ്റ് നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെച്ച കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ടാവും. പപ്പായ ഒന്നും അങ്ങനെ വെന്തിട്ടില്ല. ഒന്നുകൂടി അത് വെന്ത് വരട്ടെ. നമ്മളൊരു 5-6 മിനിറ്റ് കൂടി അതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ച് വയ്ക്കുക. ഈ സമയം നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നല്ലതുപോലെ കഷ്ണങ്ങളൊക്കെ പപ്പായയുടെ കഷ്ണം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് നേരത്തെ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ വീഡിയോയിൽ മിക്കവാറും നാടൻ കറികളാണ്, വീട്ടിലുള്ളത് നമ്മുടെ തൊടികളിലുള്ള ഐറ്റംസ് വെച്ചുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ്. അപ്പോൾ ഇതേപോലെ പപ്പായ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കണം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിട്ടിരുന്നു. ഇപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വയ്ക്കണം. ഒരു 6-7 മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ മസാലകളൊക്കെ ആ പപ്പായയിൽ ചേർന്ന് നല്ലപോലെ പിടിക്കത്തുള്ളൂ. അപ്പോൾ 6-7 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കഴിയില്ല, നല്ലപോലെ ഒരു കുറുകിയ ഒരു കറി തന്നെ ആയിട്ട് നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ഉപ്പും മുളകെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കുകയാണ്. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ കടുക്, ഒരു 4 വറ്റൽ മുളക്, ഒരു 2 തണ്ട് കരിവേപ്പില കൂടി അതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് നമ്മളൊരു 15 മിനിറ്റോളം ചൂടാറിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഒഴിച്ചു കറിയാണ് പപ്പായയുടെ. അതായത് അല്പം ചെനച്ച പപ്പായ. നിങ്ങളിതുപോലെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞ് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാനിന്ന് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്കൊരു ചക്കയുടെ കറിയുണ്ട്, പിന്നെ ഒരു ബീട്രൂട്ട് അച്ചാറുണ്ട്. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.